له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. മുസ്ലിം ലോകം ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. ഹജ്ജിൻ്റെ ചരിത്രത്തിലും മക്കയെ സംബന്ധിച്ച് ഓർക്കുമ്പോഴും എല്ലാം നമ്മൾ കൂടുതലായി അനുസ്മരിക്കുന്ന ആദർശപിതാവായ പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകളിൽ നിന്നുള്ള ചില പ്രാർത്ഥനകൾ നാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആദർശത്തെ സംബന്ധിച്ചാണ്. മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിമി മില്ലത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. സൂറത്തുൽ ബഖറയിലെ 130-ാമത്തെ ആയത്താണിത്. അല്ലാഹു പറയുന്നത്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീം, ഇബ്രാഹിമിൻ്റെ മില്ലത്തിനോട് വിമുഖത കാണിക്കുക ആരാണ്? ഇബ്രാഹിമിൻ്റെ മില്ലത്തിനോട്. ആ മില്ലത്ത് എന്നതിന് സാധാരണ മലയാളത്തിൽ പറയുന്ന അർത്ഥം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആദർശം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിശ്വാസവും ജീവിതവും, ഇതൊക്കെ മില്ലത്ത് ഇബ്രാഹിം എന്നതിൽ അർത്ഥമാക്കുന്ന സംഗതികളാണ്. അപ്പം അള്ളാഹുവിൻ്റെ ചോദ്യം ഇതാണ്, ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിനോട് വിമുഖത കാണിക്കുക, അത് ഇഷ്ടപ്പെടാതിരിക്കുക, അത് വെറുക്കുക, അല്ലെങ്കിൽ അതല്ലാത്ത ഒരു മാർഗം സ്വീകരിക്കുക? ആരാണത്? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വന്തം ആത്മാവിനെ, അതായത് സ്വന്തത്തിനെ മൂഢനാക്കിയവനല്ലാതെ എന്ന്. സ്വയം മൂഢനായ, സ്വയം വിഡ്ഢിയായ ആളല്ലാതെ ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തെയും ആദർശത്തെയും തള്ളിക്കളയുക എന്നാണ് ചോദിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, ആഖിറത്തിൽ പരലോകത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വാലിഹീങ്ങളിൽ സദ്വൃത്തരായ ആളുകളിൽ പെട്ടവനും ആയിരിക്കും എന്ന്. ദുനിയാവിലെയും ആഖിറത്തിലെയും സ്ഥാനങ്ങളാണ്, ഇബ്രാഹിം നബിക്ക് നൽകുന്ന സ്ഥാനങ്ങളാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഖലീൽ എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, മിത്രം എന്നാണ് അതിൻ്റെ മലയാളം. അത് നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായിട്ടുള്ള ബന്ധം, അതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് ആദർശം എത്ര ശക്തമായിരുന്നു. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അടുത്ത ആയത്താണ് ഇത്. സൂറത്തുൽ ബഖറയിലെ 131 ആയത്ത്. നേരത്തെ ഓതിയ ആയത്തിൻ്റെ ബാക്കിയാണ്. അടുത്ത ആയത്താണ്. ഇദ് ഖാല ലഹു റബ്ബുഹു. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം ഓർക്കുക, പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. എന്താ പറഞ്ഞത്? അസ്ലിം എന്ന് പറഞ്ഞു. അസ്ലിം, അസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക, അനുസരിക്കുക എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഇസ്ലാം എന്ന പദം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു അസ്ലിം, അള്ളാഹ്ക്ക് കീഴ്പ്പെടുക, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ എന്താ മറുപടി? ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഖാല അസ്ലംതു, ഞാൻ ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു, ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായവന്, അള്ളാഹുവിന് ഞാൻ ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന്. ആ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ്, അനുസരണ ബോധമാണ്, അങ്ങനെയുള്ള ജീവിതമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് എന്ന് പറയുന്നത്. ഇതിപ്പോഴ് നമ്മൾ ഓർക്കുകയും പറയുകയും ചെയ്യുന്നത്, എപ്പോഴും നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കുന്നുണ്ട്. ഇബ്രാഹിമി സ്വലാത്തുണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിയും പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിയണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും കുടുംബത്തിനും നീ ബറക്കത്ത് നൽകും പോലെ നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും ബറക്കത്ത് നൽകണമേ എന്നത് നമ്മുടെ സ്വലാത്തിൽപ്പെട്ട ഒരു ഭാഗമാണത്. നമ്മുടെ നമസ്കാരത്തിലും ദുആയിലും അല്ലാത്തപ്പോഴും വെറുതെ സ്വലാത്ത് പറയുമ്പോഴും ഒക്കെ ഇബ്രാഹിമി സ്വലാത്ത് വളരെ പ്രമുഖമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിമി മില്ലത്ത് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും വേണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ച സാഹചര്യം നമ്മൾ അറിയണം, അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അറിയണം, അദ്ദേഹം സഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അറിയണം. അതിൽപ്പെട്ട ആദർശം മാത്രം ഞാൻ ഇന്ന് വിശദീകരിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചത് വിഗ്രഹാരാധകരുടെ നാട്ടിലാണ്, വിഗ്രഹാരാധനയുള്ള കുടുംബത്തിലുമാണ്. പിതാവ് വിഗ്രഹ കച്ചവടക്കാരനുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുക്കുന്നത്. ഒരു വ്യക്തിയെ അല്ലാഹു തആല പ്രവാചകനായി തെരഞ്ഞെടുത്താൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം പിന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സന്ദേശം, ആദർശം പ്രചരിപ്പിക്കുക എന്നതാണ്. അത് ബന്ധുക്കളോടും കുടുംബക്കാരോടും നാട്ടുകാരോടും ഭരണാധികാരിയോടും ഒക്കെ നിർവഹിക്കാൻ ബാധ്യതയുമുണ്ട്. അത് സമയം നോക്കി, സന്ദർഭം നോക്കി, നല്ല വാക്കുപയോഗിച്ച് അങ്ങനെയാണ് അത് പറയേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പിതാവിനോട് ചോദിച്ച ഒരു ചോദ്യം ഖുർആനിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. അത് അല്ലാഹു തആല ഇബ്രാഹിം നബി ആരാണ് എന്ന് പറയുകയാണ്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഈ കിതാബിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുക. ഇന്നഹു കാന സുദ്ദീഖൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം സുദ്ദീഖായിരുന്നു, നബിയുമായിരുന്നു. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യവാൻ, സത്യം പറയുന്നവനും പ്രവാചകനുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സത്യമേ പറയൂ, നബി എന്ന നിലയ്ക്ക് ഏൽപ്പിച്ച കാര്യം നിർവഹിക്കുകയും ചെയ്യും. എന്നിട്ട് ഇത് കാലലി അബീഹി, അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, യാ അബത്തി ലിമ തഅബുദു, താങ്കൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തതിന്,
വലാ യുഗ്നി അൻക ഷൈഅ, നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരവും ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാണ് താങ്കൾ ഇബാദത്ത് ചെയ്യുന്നത്, ആരാധന ചെയ്യുന്നത്? അതൊരു മകൻ പിതാവിനോട് നൽകുന്ന ഒരു ഉപദേശമാണ്. പിതാവെന്ന നിലയ്ക്ക് എല്ലാ ബഹുമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് യാ അബത്തി എന്ന പ്രയോഗം. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, എൻ്റെ പൊന്നു വാപ്പ എന്ന് ആ ബാപ്പയുടെ സ്ഥാനം അംഗീകരിച്ചുകൊണ്ട് വിനയത്തോടും ബഹുമാനത്തോടും കൂടി ചോദിക്കുകയാണ്, ലിമ തഅബുദു, എന്തിനാണ് താങ്കൾ ഇബാദത്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത വസ്തുക്കളെ. വലാ യുഗ്നി അൻക ഷൈഅ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരവും ചെയ്യാത്ത വസ്തുക്കൾക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്തിന്? വളരെ കൃത്യമാണ് ഇബ്രാഹിമി മില്ലത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആദർശം എന്ത് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നതാണ്. ആരാധന എന്ന് പറഞ്ഞാൽ ഇബാദത്ത്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹതപ്പെട്ട ആരുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന ഈ ആദർശം അദ്ദേഹം പുതുതായി കൊണ്ടുവന്നതല്ല. മുൻ പ്രവാചകന്മാരും അതാണ് പറഞ്ഞത്. ആദ്യ പ്രവാചകൻ മുതൽ, ആദ്യ പിതാവ് മുതൽ ഇങ്ങോട്ട് എല്ലാ അമ്പിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും ആദർശം അതാണ്, അടിസ്ഥാന ആദർശം. എല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ പോരിശയുള്ള ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതാണ് അഫ്ളലു ദിക്ർ എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്രയും പ്രധാനപ്പെട്ട ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മുൻ പ്രവാചകന്മാരൊക്കെ പറഞ്ഞതും പഠിപ്പിച്ചു കൊടുത്തതും അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പറഞ്ഞതും പഠിപ്പിച്ചതും. അത് വളരെ ബുദ്ധിപരമായി ചോദിച്ചു, മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിച്ചു. കാണുകയും കേൾക്കുകയും എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുകയും ചെയ്യാത്ത വസ്തുക്കളോട് ഇബാദത്ത് ചെയ്തിട്ടെന്ത്, ഒരു കാര്യവുമില്ല എന്നത് സാമാന്യ ബുദ്ധിയുടെ മറുപടിയാണ്. അപ്പോൾ മനസ്സിനോടാണ് സംസാരിക്കുന്നത്, ബുദ്ധിയോടാണ് സംവദിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആദർശത്തെക്കുറിച്ച് സൂറത്തുൽ ബഖറയിലെ അടുത്ത ആയത്ത് 132 ആയത്ത് നമുക്ക് കാണാം. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട് വസിയത്ത് ചെയ്തു, അവരോട് ഉപദേശിച്ചു. യാക്കൂബ് അലൈഹിസ്സലാമും ഉപദേശിച്ചു. യാ ബനിയ, എൻ്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന, അല്ലാഹു തആല നിങ്ങൾക്ക് ഈ ദീൻ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അദ്ദീൻ, ഈ ദീൻ. ദീൻ എന്നതിന് നമ്മൾ മലയാളത്തിൽ മതം എന്ന് പറയും. ശരിക്കു പറഞ്ഞാൽ മതം എന്നതിനേക്കാളും വ്യാപകമായ അർത്ഥമുള്ള ഒരു വാക്കാണ് ദീൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സദാ കൊണ്ടു നടക്കുന്നതും അവനെ നിയന്ത്രിക്കുന്നതും അവൻ എങ്ങനെ ജീവിക്കണമെന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതും എന്താണോ അതാണ് ദീൻ. എന്നല്ലാതെ എപ്പോഴെങ്കിലും കുറച്ചു നേരം ഒരു നമസ്കാരം, എപ്പോഴെങ്കിലും ഒരു നോമ്പ്, ബാക്കി സമയം മുഴുവൻ എങ്ങനെയെങ്കിലും ആ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീൻ പൂർണ്ണമായും ഇസ്ലാം ആണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പം ഈ ദീൻ നിങ്ങൾക്ക് അള്ളാഹ് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത്, എന്ത് സമ്പാദിക്കണം, എന്ത് സമ്പാദിക്കരുത്, ജീവിതത്തെ നിയന്ത്രിക്കുന്ന നിഖില മേഖലകളിലും മനുഷ്യൻ സ്വീകരിക്കുന്ന ആദർശമാണ് ദീൻ. അപ്പം മക്കളെ, ഈ ദീൻ നിങ്ങൾക്ക് അല്ലാഹു തആല തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് അനുസരണം കാണിക്കുന്നവരായിക്കൊണ്ടല്ലാതെ മരിച്ചു പോവരുത് കേട്ടോ എന്ന്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗങ്ങളുടെ ഖുതുബകളുടെ ഒക്കെ മുമ്പിൽ ആദ്യം ഓതാറുള്ള ഒരായത്താണത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കുക. എന്നിട്ടാ പറയുന്നത് മുസ്ലിങ്ങളല്ലാതെ ആയിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ മരണം നമുക്കറിയില്ല എപ്പോഴാണ്, എവിടെ വെച്ചാണ്. അപ്പോൾ എവിടെ എപ്പോൾ മരണം സംഭവിച്ചാലും അവൻ അള്ളാഹുവിന് അനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം. അതിന് പറ്റിയ സ്ഥലത്തെ പോകാവൂ, അതിന് പറ്റിയ കാര്യങ്ങളെ ചെയ്യാവൂ, അതിന് പറ്റിയ വർത്തമാനേ പറയാവൂ. ഇപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതിന് നമ്മൾ റെഡിയായിരിക്കണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കൾക്ക് നൽകിയ ഒരു ഉപദേശം ഖുർആനിൽ പിന്നീട് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത ആയത്തിൽ എപ്പോഴാണ് ആ ഉപദേശം എന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം മരണമാസന്നനായി കിടക്കുന്ന സമയത്ത്, അം കുൻതും ശുഹദാ, നിങ്ങൾ സാക്ഷികളായിരുന്നോ? നിങ്ങൾക്കറിയാമോ എന്താ ഇത്? ഹദറ യാക്കൂബുൽ മൗത, യാക്കൂബ് അലൈഹിസ്സലാമിന് മരണം ഹാജരായ സമയത്ത്, ആസന്നനായ സമയത്ത്, ഇദ് ഖാല ലി ബനീഹി, യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ എൻ്റെ കാലശേഷം നിങ്ങൾ എന്തിനാണ് ഇബാദത്തെടുക്കുക? അതിങ്ങനെ പ്രവാചകന്മാർ ചോദിക്കുന്നതിന് വേറെയൊരു കാരണമുണ്ട്. കാരണം ഓരോ പ്രവാചകന്മാരും വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച് അവരുടെ കാലം കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് ആ വിഷയത്തിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട് പല സമൂഹങ്ങളിലും. നമുക്കറിയാമല്ലോ, നൂഹ് നബി അലൈഹിസ്സലാം വന്ന് പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത കാലം വന്നപ്പോഴേക്കും അവിടെ വദ്, സുവാ, യഊഖ്, യഗൂസ്, നസ്ർ ഇവയോടൊക്കെ ആരാധന നടത്തിയെന്നാണ്. ഇതൊക്കെ മഹാന്മാരായ ആൾക്കാരാണെന്നാണ്. അപ്പോൾ ഷെയ്ത്താൻ വന്ന് പറയും, കണ്ടോ അവിടെ ഒരു വിഗ്രഹങ്ങളൊക്കെ വെപ്പിക്കുന്നത് ഷെയ്ത്താനാണ് മഹാന്മാൻ്റെ രൂപത്തിൽ. ആദ്യത്തിലൊന്നുമില്ല, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ കവലകളിലൊക്കെ വെക്കുന്നില്ലേ ആൾക്കാരുടെ ഓർമ്മക്ക്, അതുപോലെ അടുത്ത തലമുറ ആകുമ്പോൾ ഷെയ്ത്താൻ വന്ന് പറഞ്ഞു, ഇവരാരാന്നറിയോ? അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാം. അങ്ങനെയായി. അപ്പോഴും അള്ളാഹ്ക്ക് തന്നെയാണ് ഇബാദത്ത്. അടുത്ത തലമുറയാകുമ്പോഴേക്ക് അവിടെ തന്നെ ഇബാദത്ത് ചെയ്യുക, അവിടെ തന്നെ പൂവിടുക, അവിടെ തന്നെ നമസ്കരിക്കുക. അങ്ങനെ തൗഹീദിൽ നിന്ന് ആളുകൾ മാറിപ്പോവുക എന്നത് പല സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം വന്ന് പറഞ്ഞത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്. പക്ഷേ ഞങ്ങൾ ഈസാ നബിയുടെ അനുയായികളാണ് എന്ന് പറയുന്ന പല ആളുകളും ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നവരാണ്. മൂസാ നബി അലൈഹിസ്സലാം വന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണം എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ സമൂഹത്തിൽ ആദരിക്കപ്പെട്ട വ്യക്തിയാണ്, പക്ഷെ ആരാധിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം മരണസമയത്ത് കുട്ടികളെ വിളിച്ച് ഉപദേശിക്കുന്നത് വളരെ ഗൗരവമുള്ള സംഗതി ആയതുകൊണ്ടാണ്, മക്കളെ എൻ്റെ കാലശേഷം നിങ്ങൾ ആരോടാണ് ഇബാദത്ത് നടത്തുക, ആരോടാണ് പ്രാർത്ഥിക്കുക, ആരെയാണ് വിളിച്ച് തേടുക എന്നാണ്. ദുആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യർ ഗുണം ലഭിക്കാനും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും വേണ്ടി കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പുറത്തുള്ള, മനുഷ്യൻ്റെ കഴിവിൻ്റെ അപ്പുറത്തുള്ള നിലക്ക്, അഭൗതികമായ നിലക്ക് ആരോട് സഹായം ചോദിക്കുന്നുവോ അതാണ് ഇബാദത്ത്. അപ്പോൾ ഈ മക്കൾ എന്തു പറഞ്ഞു എന്നറിയോ? ഖാലൂ നഅബുദു ഇലാഹക, പിതാവിനോട് പറയാണ്, താങ്കളുടെ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും. വ ഇലാഹ ആബായിക, താങ്കളുടെ പിതാക്കളുടെ ഇലാഹിനെയും. ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ, ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമുസ്സലാം, ആ പ്രവാചകന്മാരുടെ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. അതാരാ? ഇലാഹൻ വാഹിദൻ, ഇലാഹൻ വാഹിദൻ, ഒരൊറ്റ ഇലാഹായവനെ. നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളൊക്കെ അവന് അനുസരണം കാണിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ആ വാപ്പാക്ക് സംതൃപ്തി കിട്ടാൻ ഇനി എന്ത് വേണം? മക്കളെ, എൻ്റെ കാലശേഷം നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യും? മറുപടി, താങ്കളുടെയും താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇലാഹായ ഏകനായ ഇലാഹിന്, ആ ഇലാഹിന് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യും. ഞങ്ങൾ ആ ഏക ഇലാഹിന് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന, അവന് കീഴ്വഴക്കം കാണിക്കുന്ന മുസ്ലിങ്ങളായി ജീവിക്കുകയും ചെയ്യും എന്ന്. അപ്പോൾ ഇബ്രാഹിമി മില്ലത്ത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗം, ആദർശം എന്ന് പറയുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതിൽ പല സ്ഥലത്തും പല കാലത്തും പ്രവാചകന്മാർ വന്ന പ്രദേശത്ത് ആ പ്രവാചകന്മാരുടെ കാലശേഷം അതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. കഅബാലയം
പരിശുദ്ധ മക്ക ഹറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികാരത്തിൽ വന്നപ്പോൾ മക്ക ഫതഹിന് ശേഷം ആ കഅബാലയത്തിൻ്റെ ഉള്ളിൽ വിഗ്രഹാരാധകർ സ്ഥാപിച്ചിരുന്ന വിഗ്രഹങ്ങളെ എടുത്തു മാറ്റി. കാരണം അതിന് അവിടെ ആവശ്യമില്ല, എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ആ സമയത്ത് ആ വിഗ്രഹങ്ങളിൽ ഒരു വിഗ്രഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഒരു വിഗ്രഹം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും രൂപത്തിലായിരുന്നു എന്നാണ്. ആരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ, കാണുകയോ കേൾക്കുകയോ ഉപകാരം ചെയ്യുകയോ ചെയ്യാത്ത വസ്തുക്കളെ എന്തിന് ആരാധിക്കണം എന്ന് പിതാവിനോട് പോലും ചോദിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ രൂപം എന്തിനാണ് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതെന്നറിയോ? അത് മരണപ്പെട്ടു പോയ ആളുകളോടുള്ള സ്നേഹം, ബഹുമാനം അവരെ മനസ്സിലോർക്കാൻ, എന്നിട്ട് അവർ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കാൻ, അല്ലെങ്കിൽ അവരോട് തന്നെ പറഞ്ഞിട്ട് അവർക്ക് അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ എന്ന് വിചാരിച്ചാണ്. അങ്ങനെയൊന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് അദ്ദുആഉ ഹുവൽ ഇബാദ. വളരെ ക്ലിയറായി കൃത്യമായി ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യമാണത്. ഈ സമയത്ത് നമ്മൾ ഓർക്കണം, നമ്മുടെ സുഹൃത്തുക്കൾ തൽബിയത്ത് ചൊല്ലി മക്കയിലേക്ക് പോവുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. വളരെ കൃത്യമായ, വളരെ വ്യക്തമായ തൗഹീദിൻ്റെ വചനമാണത്. അല്ലാഹുവേ, നിന്റെ വിളി കേട്ട് ഞാനിതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ, ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അല്ലാഹുവേ, ഇന്നൽ ഹംദ വന്നിഅമത വൽ മുൽക്ക് ലാ ശരീക ലക്. അല്ലാഹുവേ, എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അധികാരങ്ങളും നിനക്കാണ്, നിന്റേതാണ്, നിനക്കൊരു പങ്കുകാരുമില്ല എന്ന് വളരെ പരിശുദ്ധമായ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് ഹജ്ജ് നടത്തുന്നത്. ദുൽഹജ്ജ് 10 കല്ലെറിയുന്നതോടുകൂടി ഹാജിമാർ പറയുന്നത് തക്ബീറാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതും ഈ തൗഹീദ് തന്നെയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇതാണ് ആവർത്തിച്ചു പറയുന്നത്. അപ്പം ലോകം ഹജ്ജിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, ആളുകൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മളും ആ മഹാപ്രവാചകൻ്റെ ആദർശ പിതാവിൻ്റെ, പ്രവാചകന്മാരുടെ പിതാവായ മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആദർശം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മൾ ഏതാനും ദിവസം കഴിഞ്ഞാൽ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹജ്ജ മാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട്. ഹദീസിൽ വന്നിട്ടുണ്ട്, ഖുർആനിലും വന്നിട്ടുണ്ട്. ഹദീസിൽ വന്ന ഒരു വാചകം ഇതാണ്: മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് ഫീ ഹാദിഹിൽ അയ്യാം. ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ്. ദിവസങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും അമലു സ്വാലിഹുകൾ ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഇതാകുന്നു, ഇതല്ലാതെ വേറൊന്നുമില്ല എന്ന്. അപ്പം ഏത് സ്വാലിഹായ അമലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദുൽഹജ്ജ മാസത്തിലെ 10 ദിവസം, ആദ്യത്തെ 10 ദിവസമാണെന്നാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്ന ആ 10 ദിവസങ്ങൾ ഇതാണെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു സംശയം, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസം ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ. അത് ഈ ഹദീസും ആ ഹദീസും കൂടെ ഉലമാക്കൾ ജംഇ ചെയ്ത് കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, രാത്രികളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള രാത്രികൾ റമദാനിൻ്റെ അവസാന രാത്രികളാണ്. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്ർ വരാൻ സാധ്യതയുള്ളതുകൊണ്ട്
എന്നാൽ പകലുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമുള്ളത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിലാണ് എന്നാണ്. അതുകൊണ്ട് അമലു സ്വാലിഹ് എന്ന് പറയുന്ന എല്ലാ അമലുകളും ഈ 10 ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാവുന്നതാണ്. ആ 10 ദിവസങ്ങളിലാണ് അറഫാ ദിനവും വരുന്നത്. 9-ന് അറഫാ ദിനത്തിൻ്റെ നോമ്പ് നോൽക്കാൻ പ്രത്യേക കൽപ്പനയുള്ളതാണ്. ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപങ്ങളും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപങ്ങളും അറഫാ നോമ്പ് കൊണ്ട് പൊറുപ്പിക്കപ്പെടും എന്നാണ്. ഹജ്ജിൽ നിൽക്കുന്ന ആളുകൾക്ക് അറഫാ ദിനത്തിൻ്റെ നോമ്പ് സുന്നത്തില്ല. എന്നാൽ ഹജ്ജിൽ പങ്കെടുക്കാത്ത മറ്റാളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമുള്ള ഒരു നോമ്പാണ് അറഫാ ദിനത്തിൻ്റെ നോമ്പ്. അത് നോൽക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. മറ്റ് അമലു സ്വാലിഹ്യങ്ങൾ അമലു സ്വാലിഹ് എന്ന് പറയുന്നത്, ഇപ്പം ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, ളുഹാ നമസ്കാരം, തഹജ്ജുദ്, അതുപോലെയുള്ള എല്ലാ പുണ്യ സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിക്കുക, ഖുർആൻ പാരായണം, ദിക്റുകളും സ്വലാത്തും, അതുപോലെ തന്നെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയുള്ള സുന്നത്തായ നിലക്കുള്ള നോമ്പെടുക്കലുകളും ഒക്കെ ഈ സാലിഹ അമലിൽപ്പെടും. ദാനധർമ്മങ്ങൾ, സദക്ക, അംറുബുൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ, അതുപോലെ തന്നെ ഖുർആൻ പഠനം ഒക്കെ ഈ 10 ദിവസം നമുക്ക് ചെയ്യാവുന്ന പുണ്യകർമ്മങ്ങളാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിൽ സാലിഹായ അമൽ എന്ന നിലക്കുണ്ടോ അതൊക്കെ നമുക്ക് ഈ സമയത്ത് വർദ്ധിപ്പിക്കാം. തക്ബീറും ചൊല്ലാം. നമുക്ക് വീട്ടിൽ വെച്ചും നമ്മുടെ പള്ളിയിൽ വെച്ചും അങ്ങാടിയിൽ വെച്ചും ഷോപ്പിൽ വെച്ചുമൊക്കെ ഒഴിവുള്ള നേരത്തൊക്കെ നമുക്ക് തക്ബീർ ചൊല്ലുകയും ചെയ്യാം. ഇതെല്ലാം സഹാബിമാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. അത് നമ്മൾ പാലിക്കണം. ഈ 10 ദിവസം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന നിലക്ക് നമുക്ക് ഓർമ്മയുണ്ടാവണം. പലപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്നൊരു ഓർമ്മ രാവിലെ ഉണ്ടോ? നമ്മൾ കുളിച്ചപ്പോൾ വെള്ളിയാഴ്ച ജുമായുടെ സുന്നത്ത് കുളിച്ചു എന്നോർത്തോ? വെള്ളിയാഴ്ച പ്രത്യേകമായി വന്ന സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തോ? പള്ളിയിലേക്ക് വരുമ്പോൾ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചോ? ഏറ്റവും നേരത്തെ പള്ളിയിൽ വരാൻ ശ്രമിച്ചോ? അതൊന്നും ഓർക്കാതിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഓടി വരിക ചെയ്യാം. ഇതുപോലെ ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതൊന്ന് ഓർക്കണം. ദുൽഹജ്ജ് മാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് അല്പസമയം കണ്ടെത്തുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ ശിഫയാക്കി തരണമേ. ശാരീരികവും മാനസികവും സാമ്പത്തികവും മറ്റുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ക്ലേശങ്ങളെ ദൂരീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും വെല്ലുവിളികളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.